അങ്ങനെ ക്രിസ്മസ് സീസണും എത്തി കേട്ടോ. ഞങ്ങളുടെ അയലോക്കത്തെ വീട്ടിലൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അവരവരുടെ ഫ്രണ്ട് ഡോറും പിന്നെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ പുറത്ത് തൂക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴത്തേക്കിനും തന്നെ എനിക്ക് പിന്നെ ഇരിപ്പുറയ്ക്കുന്നില്ല. ഞാൻ പതുക്കെ ഹസ്ബൻഡിൻ്റെ കൈയും കാലും പിടിച്ച് തട്ടുംപുറത്തിരുന്ന ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വലിച്ച് പുറത്തെടുപ്പിച്ചു. വീക്കെൻഡിൽ ഓഫ് കിട്ടുമ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വീക്കെൻഡ് ആകാൻ നോക്കിയിരുന്ന് നാഗവല്ലി ആഭരണപ്പെട്ടി തുറന്ന പോലത്തെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഈ സാന്റാക്ലോസിനെ മിസ്റ്റർ സാന്റാക്ലോസ് ആൻഡ് മിസ്സസ് സാന്റാക്ലോസിനെ കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ. എനിക്കിങ്ങനെ ക്യൂട്ട് ഡെക്കോസൊക്കെ മേടിച്ച് വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ക്രേസാണ്. ഓരോ സീസൺ അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതും ഇഷ്ടമാണ്. കാരണം ഇവിടെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് ഒരു സന്തോഷം. ആ കണ്ട ബെയർസിനും പോളർ ബെയറിനും ഒക്കെ ഞാൻ പേരിട്ടിട്ടുണ്ട് കേട്ടോ. ഒരാളുടെ പേര് ബോറിസ് എന്നും ഒരാളുടെ പേര് ഫ്രോസ്റ്റി എന്നും. ഇതൊരു ബട്ടർ ഡിഷാണ്. ക്രിസ്മസ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ പരമാവധി എല്ലായിടത്തും ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യും. ഈ ഡെക്കോസൊക്കെയും കാലാകാലങ്ങളായിട്ട് ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ച് ഇതുപോലെ വെക്കുന്നതാണ്. ഉപയോഗം കഴിയുമ്പം പൊതിഞ്ഞ് ഇതുപോലെ തന്നെ പേപ്പറിനകത്തും അല്ലെങ്കിൽ ബബിൾ റാപ്പിനകത്തും പിള്ളേരുടെ ചെറുതായ ഡ്രസ്സിനകത്തും ഒക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഇനി ഞാനിതെല്ലാം പതുക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.